അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതായപ്പോൾ അവിടെയുള്ളതെല്ലാം she was always telling us that she's not happy with her life. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളോട് വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. See, if she's an angel, good for her. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഈ ഇല്ലാത്തൊരു നറേറ്റീവ്, ഇല്ലാത്തൊരു ടൈം ലൈൻ, എനിക്കറിയില്ല എങ്ങനെയാ ആൾക്കാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്. Does Tanvi not know that എത്രയോ കാര്യങ്ങൾ we would never talk on call, എപ്പോഴും നമ്മൾ ഫോൺ മെസ്സേജ് അങ്ങനെയാണ് സമയം, ഇതിലൊക്കെ പ്രൂഫ് ഉണ്ട്. ഇതൊക്കെ ഈ കുട്ടി എന്താ ഓർക്കാത്ത? ഇങ്ങനെ വന്ന് ഇപ്പൊ ഡയറക്ട്ലി തൻവി എന്താ പറയാ, നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നൊന്നും തൻവിയുടെ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷെ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പറഞ്ഞും പറയാതെയും നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരാനുള്ള എല്ലാം ആ വീഡിയോയിലുണ്ട്. വിച്ച് ഇസ് ദ റീസൺ വൈ there was so many bad comments under that video. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തന്നെ വന്നിട്ട് എന്തോ ഒരു കമന്റ് പോസ്റ്റ് ചെയ്തു, അതിന്റെ താഴെ എന്തോ ജെറ്റ് ലാഗ് കാരണം, ജെറ്റ് ലാഗ് ആയി ആക്ച്വലി മേ ബി ഷീസ് ഇൻ ജെറ്റ് ലാഗ്, പക്ഷെ ടു ആർ അണ്ടർസ്റ്റാൻഡിങ് ഷീ റീച്ച്ഡ് ഓൺ ദ 19th, which is about 10 days ago. ഇപ്പോഴും എന്ത് ജെറ്റ് ലാഗ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഓക്കെ, മേ ബി കാനഡയിൽ നിന്ന് വന്നുകൊണ്ട് ജെറ്റ് ലാഗ് ഉണ്ടാകുമായിരിക്കും. ജെറ്റ് ലാഗ് കാരണം ഓർക്കണീറ്റപ്പോഴാണ് സിന്ധുവമ്മയ്ക്കും എന്റെ കസിൻസിനും നെഗറ്റിവിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടതല്ല. പിന്നെ തന്നെ അമ്മൂമ്മയുടെ വീഡിയോ കോൾ ഇട്ടത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. When she clearly knows the reality and the truth.